വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇന്ന് നിങ്ങളുടെ കൂടെയുള്ളത് അരുണിമ മിസ് ആണ് കേട്ടോ. അതാ മിസ്സിന്റെ എല്ലാ മക്കളും അല്ലെ വളരെ എക്സൈറ്റഡ് ആയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. സ്കൂളൊക്കെ തുറക്കാൻ വേണ്ടി പോവാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്കറിയാം സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയായിരിക്കും അല്ലേ. നിരവധി പരിപാടികൾ, നിരവധി ആഘോഷങ്ങൾ അല്ലേ, മുഴുവൻ മേളം തന്നെ ആയിരിക്കും. അപ്പൊ പ്രവേശനോത്സവം ഒക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് സ്കൂളില് ചില ആഘോഷ പരിപാടികൾക്കായിരിക്കും. അപ്പൊ എന്ത് ആഘോഷ പരിപാടിയാണ് ഇനി സ്കൂളിൽ നടക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയാവോ? ജൂൺ 5 അല്ലേ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് പരിപാടികൾ നമ്മുടെ സ്കൂളിൽ നടക്കാറുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ക്വിസ് മത്സരം, അതായത് പരിസ്ഥിതി ദിന ക്വിസ്. അപ്പൊ പലതരത്തിലുള്ള മത്സരങ്ങൾ ഉണ്ടാവും അല്ലേ. പെയിന്റിംഗ് കോമ്പറ്റീഷൻ ഉണ്ടാവും, പോസ്റ്റർ രചനാ മത്സരം ഉണ്ടാവും അല്ലേ. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് ഈ ക്വിസ് മത്സരം എന്ന് പറയുന്നത്. അപ്പൊ പരിസ്ഥിതി ദിന ക്വിസിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ഒരുങ്ങിയാലോ? ആദ്യമായിട്ടല്ലേ ഈ വർഷം നടക്കാൻ പോകുന്ന ഒരു വലിയ പരിപാടിയാണ്. അപ്പം അതിൽ തന്നെ നല്ല ഫസ്റ്റൊക്കെ വാങ്ങി സ്കൂളിൽ സ്റ്റാർ ആയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കില്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന കുറച്ച് ചോദ്യോത്തരങ്ങളുമായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. അപ്പം എൻ്റെ മക്കൾ എല്ലാവരും റെഡിയല്ലേ? അപ്പം ടീച്ചർ ഓരോ ചോദ്യങ്ങളായിട്ട് ഇങ്ങനെ വായിക്കുന്നതായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ ഒരു പുസ്തകത്തിലല്ലേ നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം വീണ്ടും കാണുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ഐഡിയ ഏകദേശം കിട്ടും അല്ലേ, ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത്. ചില മക്കളൊക്കെ ആദ്യമായിട്ടായിരിക്കും ക്വിസ് മത്സരത്തിന് പങ്കെടുക്കുന്നുണ്ടാവുക. അപ്പം കുറച്ചല്ലേ ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം കേട്ടോ. റെഡി അല്ലേ എല്ലാവരും? അപ്പൊ മക്കളെ, കുറച്ച് ചോദ്യങ്ങളൊക്കെ അല്ലേ നിങ്ങൾക്ക് ചിലപ്പോൾ ടഫായിട്ട് തോന്നാം. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ടല്ലേ ഇതൊക്കെ പഠിക്കാൻ വേണ്ടി പോകുന്നത്, അതുകൊണ്ടാണ്. പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ചോദ്യങ്ങളാണ് കേട്ടോ മിസ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് 1 by 1 ആയിട്ട് ഓരോന്നും നോക്കാം. അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്: പരിസ്ഥിതി സംരക്ഷണത്തിനായി ലോകത്ത് ആദ്യമായി രൂപീകൃതമായിട്ടുള്ള സംഘടന ഏതാണ്? അതായത് പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ലോകത്ത് ആദ്യമായിട്ടൊരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. ഏതാണ് ആ രൂപീകൃതമായിട്ടുള്ള സംഘടന എന്നുള്ളതാണ് ചോദ്യം. ആൻസർ അറിയുന്നവരൊക്കെ വേഗം തന്നെ ഒന്ന് കമന്റ് ചെയ്തേ, ഏതായിരിക്കും. അപ്പൊ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് മിസ് ഇവിടെ എഴുതി കാണിക്കാം. റൈറ്റ് ആൻസർ ഈസ് IUCN. എന്താ പറഞ്ഞിരിക്കുന്നത് മിസ്? IUCN. ഇതാണ് കേട്ടോ ലോകത്ത് ആദ്യമായിട്ട് പരിസ്ഥിതി സംരക്ഷണത്തിനായിട്ട് രൂപം കൊള്ളുന്ന സംഘടന എന്ന് പറയുന്നത്. ഇതിന്റെ പൂർണ്ണരൂപം നിങ്ങൾക്കറിയാമോ? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗോള സംഘടനയാണ് IUCN എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം കേട്ടോ. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്ന് പറയുന്നത് ആരാണല്ലേ? എൻവയോൺമെന്റ് സയൻസിന്റെ മദർ ആയിട്ട് നമ്മൾ ആരെയാണ് കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരെയാണ് പറയുന്നത് എന്നാണ് അടുത്ത ചോദ്യം. അറിയാമോ നിങ്ങൾക്ക്? ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് മേധ പട്കർ ആണ്. എന്താണ് ശരിയായിട്ടുള്ള ഉത്തരം? മേധ പട്കർ. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് മിസ് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം കേട്ടോ. അപ്പൊ മേധ പട്കറുടെ മറ്റൊരു വിശേഷണം കൂടെ മിസ് പറഞ്ഞു തരാം. നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്നുള്ള സംഘടന അല്ലെ, അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്ത ആൾ കൂടിയാണ് മേധ പട്കർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. ഇനി അടുത്ത ചോദ്യം നോക്കണേ നിങ്ങള്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ജില്ല ഏതാണ്? കണ്ടൽക്കാടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഏറ്റവും കൂടുതൽ കേരളത്തിൽ കണ്ടൽ കാടുകൾ എവിടെയാണെന്നാണ് ചോദിച്ചത്. ഒരുപാട് തവണ ക്വിസ് മത്സരങ്ങൾക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. എവിടെയാണെന്ന് അറിയാവോ? കണ്ണൂരാണ് ശരിയായിട്ടുള്ള ഉത്തരം. എവിടെയാണ്? കണ്ണൂർ. അപ്പോൾ കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച കല്ലേൽ പൊക്കുടൻ എന്ന് പറയുന്ന ഒരാൾ കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ കല്ലേൽ പൊക്കുടൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടൽക്കാടുകളുടെ സംരക്ഷകൻ എന്ന് അറിയപ്പെടുന്ന ആളാണെന്ന് കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. റെഡി? അപ്പൊ അടുത്ത ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്:
പരിസ്ഥിതിയെയും അതിന്റെ സംരക്ഷണത്തിനെയും സൂചിപ്പിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന നിറം ഏതാണ്? അല്ലെ, എൻവയോൺമെന്റൽ റിസർച്ച് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ സ്റ്റഡീസ് ഇതിനെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് കളറാണ് യൂസ് ചെയ്യുന്നത്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഏത് കളറാണ്? ഗ്രീൻ. അല്ലെ, ഗ്രീൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പച്ച നിറമാണ് അല്ലെ നമ്മൾ യൂസ് ചെയ്യാറ് എല്ലാ പ്രകൃതിയെ കുറിച്ച് കാണിക്കാൻ അല്ലെ. നല്ല പച്ച ഇലകളൊക്കെ നമുക്ക് ഓർമ്മ വരുന്നില്ലേ? അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആലോചിച്ച് വെച്ചാൽ മതി കേട്ടോ. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എന്നാണ് ഭൗമദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്? ഈ അടുത്ത കാലത്തായിരുന്നു. പേപ്പറൊക്കെ വായിക്കുന്ന മക്കളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കിട്ടും. എപ്പോഴാണ് അല്ലെ നമ്മൾ ഭൗമദിനം ആചരിക്കുന്നത്? അല്ലെ, വേൾഡ് എർത്ത് ഡേ എപ്പോഴാണ് എന്നുള്ളതാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്? ആൻസർ ചെയ്യേണ്ടത്. എപ്പോഴായിരുന്നു പറഞ്ഞ എല്ലാവരും? യെസ്, കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് ഏപ്രിൽ 22 നമ്മൾ എന്ത് ചെയ്യുന്നത്? ഭൗമദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ ഇതിനോടനുബന്ധിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് കാലാവസ്ഥ ദിനവും ജലദിനവും മണ്ണ് ദിനവും ഒക്കെ എന്ത് ചെയ്യാം? പഠിച്ചു വെക്കാം. മിസ് വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. മാർച്ച് മാസത്തിലാണ്. അപ്പൊ എന്ത് ചെയ്യുക? അത് ഏത് ദിവസമാണെന്ന് മറന്നു പോവാതെ തന്നെ എന്ത് ചെയ്യുക? പഠിച്ചിട്ട് വെക്കുക കേട്ടോ. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. അപ്പോൾ വരും ദിവസങ്ങളിൽ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് മിസ് വിചാരിക്കുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാ മക്കളും അടിപൊളിയായിട്ടിരിക്കുക. ലവ് യു ഓൾ. ബൈ.